Hi everyone. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10 പ്രാക്ടീസസ് ടു ഇൻക്രീസ് യുവർ IGNOU അസൈൻമെന്റ്സ് മാർക്സ്. നമുക്കറിയാം IGNOയെ സംബന്ധിച്ചിടത്തോളം അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. അത് മാത്രമല്ല IGNOU അസൈൻമെന്റ്സിനും ടേം ആൻഡ് എക്സാമിനേഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. കാരണം നിങ്ങളൊരു കോഴ്സിന് പാസ്സാവണമെങ്കിൽ ഒരേ സമയത്ത് നിങ്ങൾ അസൈൻമെന്റ്സിനും പാസ്സാവണം, അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷനും പാസ്സാവേണ്ടതാണ്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ചില മിസ്റ്റേക്കുകൾ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മാർക്ക് IGNOU അസൈൻമെന്റിന് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് IGNOU അസൈൻമെന്റിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന 10 പ്രാക്ടീസുകളാണ്, 10 പ്രാക്ടീസുകളാണ്. അതല്ലെങ്കിൽ 10 മിസ്റ്റേക്കുകൾ അല്ലെ, സാധാരണ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് വരുത്താറുള്ള 10 മിസ്റ്റേക്കുകൾ. അപ്പം നമുക്ക് നോക്കാം, ഓരോ പ്രാക്ടീസുകളും 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പ്രാക്ടീസ് നമ്പർ 1, ലീവ് എ പ്രോപ്പർ സ്പേസ് ഫോർ മാർജിൻ. നമ്മൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് മാർജിൻ വരയ്ക്കുക എന്നത്. അപ്പോൾ മാർജിൻ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മാർജിന് പ്രോപ്പർ സ്പേസ് കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ മാർജിൻ വരയ്ക്കേണ്ടത്. അല്ലാതെ നമുക്കറിയാം, നമ്മൾ അസൈൻമെന്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അത് ട്വൈൻ ഉപയോഗിച്ച് കെട്ടാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പിൻ ചെയ്യാറുണ്ട് അല്ലെ, അതും അല്ലെങ്കിൽ നമ്മൾ ബൈൻഡ് ചെയ്യാറുണ്ട്. ഈ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് അല്ലെ പലപ്പോഴും ഈ ബൈൻഡ് ചെയ്തിട്ടുള്ള സ്പേസിലേക്ക് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പിൻ ചെയ്തിട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പിൻ ചെയ്ത ആ ഒരു സ്പേസിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അസൈൻമെന്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ഈ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കാണാതെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾ അസൈൻമെന്റിന് മാർജിൻ വരയ്ക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നല്ല സ്പേസ് കൊടുക്കണം. ഈ ട്വൈൻ ഉപയോഗിച്ച് നമ്മൾ കെട്ടാനും അതുപോലെ തന്നെ നിങ്ങൾ ബൈൻഡ് ചെയ്യാനൊക്കെ അല്ലെ, സ്പൈറൽ ബൈൻഡ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ബൈൻഡ് ചെയ്യാനുള്ള സ്പേസും കൂടെ മനസ്സ് കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ മാർജിൻ വരയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മാർജിനിൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സും ഒക്കെ എളുപ്പത്തിൽ തന്നെ വാല്യൂ ചെയ്യുന്ന അക്കാഡമിക് കൗൺസിലേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, പുട്ട് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇൻസൈഡ് ദി മാർജിൻ അല്ലെ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ശ്രദ്ധയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കുട്ടികളെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒക്കെ ഇടും, പക്ഷേ അത് ഔട്ട്സൈഡ് ദി മാർജിൻ ആയിരിക്കും അല്ലെ, മാർജിന്റെ പുറത്തായിരിക്കും. ആൻസേഴ്സിന്റെ കൂടെയാണ് പലപ്പോഴും പല കുട്ടികളും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടാറുള്ളത്. ആ സമയത്തും നമുക്ക് കാണാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ നമ്പേഴ്സിനെ വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വരുന്ന സമയത്ത് എളുപ്പത്തിൽ ആർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല, വാല്യൂ ചെയ്യുന്ന ആൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എക്സാമിന്റെ കാര്യത്തിലാണെങ്കിലും അസൈൻമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് വിസിബിൾ ആവണം. വിസിബിൾ ആവുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കൊടുക്കേണ്ടത്. എപ്പോഴും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വിത്തിൻ ദ മാർജിൻ ആവണം, ഒരിക്കലും ഔട്ട്സൈഡ് ദി മാർജിൻ ആവരുത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, സ്റ്റാർട്ട് എ ന്യൂ ആൻസർ ഓൺ എ ന്യൂ പേജ് അല്ലെ. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പാരഗ്രാഫ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യാണ്, അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യാണ് അല്ലെ. ആ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു പുതിയ പേജ് സെലക്ട് ചെയ്യാം അല്ലെ. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുതിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പുതിയ പേജ് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. അതുകൊണ്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ പേജ് ഓപ്റ്റ് ചെയ്യുക. ഫോർ പേപ്പറിലാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ, പേജിലാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ ആ ഒരു പുതിയ പേജിലായിരിക്കണം നിങ്ങൾ എസ്സേസും അല്ലെങ്കിൽ പാരഗ്രാഫ് ആൻസേഴ്സ് ഒക്കെ തുടങ്ങേണ്ടത്. അല്ലാതെ ഒരിക്കലും തന്നെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ എഴുതി ഒരു പേപ്പറിന്റെ ഹാഫ് പാർട്ട് എത്തിയ സമയത്ത് നിങ്ങൾ അത് ഫിനിഷ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ ഒരു ബോട്ടം സ്പേസിൽ വെച്ചിട്ട് ഒരിക്കലും തന്നെ പുതിയ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, തുടങ്ങാൻ പാടില്ല. അപ്പോൾ എപ്പോഴും നല്ലത്, ബെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് എ ന്യൂ പേജ്. നെക്സ്റ്റ്, അവോയ്ഡ് റൈറ്റിംഗ് ദി അസൈൻമെന്റ് വിത്ത് മെറ്റീരിയൽസ്
that collected from the same sources. അല്ലെ, പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അസൈൻമെന്റ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് റിപ്പീറ്റ് ആയിട്ട് സെയിം കണ്ടന്റ് ആണ് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സെയിം സോഴ്സിൽ നിന്നും അല്ലെ, ചില ആളുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സെയിം ആൻസേഴ്സ് ആണ് പല ക്വസ്റ്റ്യൻസിനും വരാറുള്ളത് അല്ലെ. ഒരു ലൈൻ ബൈ ലൈൻ സെയിം റിപ്പീറ്റ് ചെയ്ത് കോപ്പീസ് ഓഫ് കോപ്പീസ് ആണ് പല സമയത്തും ശ്രദ്ധയിൽപ്പെടാറുള്ളത്. അപ്പൊ നിങ്ങൾ അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ഒരു മെജോറിറ്റി മെയിൻ റീസൺ എന്ന് പറയുന്നത് സെയിം സോഴ്സ് ആണ്. സെയിം സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ മെജോറിറ്റി സ്റ്റുഡൻസും മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് എന്നായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റഡി മെറ്റീരിയലും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് അല്ലെ വെബ്സൈറ്റുകൾ എന്നുള്ള സോഴ്സ്, റിലയബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് സോഴ്സ് അല്ലെ, വെബ്സൈറ്റ് സോഴ്സ് എന്നുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ മറ്റ് ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാം, മറ്റ് ജേർണൽസ് യൂസ് ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്ത സോഴ്സിൽ നിന്നും നിങ്ങൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെ നിങ്ങളുടെ അസൈൻമെന്റ് യുണീക്ക് ആയിട്ട് തോന്നും അല്ലെ. പലപ്പോഴും നമ്മൾ അസൈൻമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു സെയിം കോപ്പീസ് ഓഫ് കോപ്പീസ് ആണ്. അപ്പൊ അതിനിടയിൽ ഒന്നോ രണ്ടോ അല്ലെ ഒരു അസൈൻമെന്റ്, രണ്ട് അസൈൻമെന്റ്സ് ഒക്കെ പലപ്പോഴും നമ്മൾ യുണീക്ക് ആയിട്ട് കാണാറുണ്ട്. കാരണം അവർ വ്യത്യസ്ത സോഴ്സിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും, എന്നിട്ട് അത് അവരുടേതായ രൂപത്തിലേക്ക് മാറ്റും അല്ലെ. അങ്ങനെ വ്യത്യസ്തമായിട്ടൊരു അസൈൻമെന്റ് കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും വാല്യൂ ചെയ്യുന്ന ആളുകൾ അതിനെ കൺസിഡർ ചെയ്യും, അതിനെന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അതുവഴി സാധിക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺസിഡർ ദി നമ്പർ ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ഡിമാൻഡഡ് ബൈ ഈച്ച് ക്വസ്റ്റ്യൻ അല്ലെ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ചില സ്റ്റുഡൻസ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തീരെ കൺസിഡർ ചെയ്യാത്തൊരു കാര്യമാണ് നമ്പർ ഓഫ് വേർഡ്സ് അല്ലെ. ഈ ഓരോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര വേർഡ്സിൽ എഴുതണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ 100 വേർഡ്സിലായിരിക്കും, 120 വേർഡ്സിലായിരിക്കും. അപ്പൊ അത് മാർക്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ക്വാളിറ്റിയെ പോലെ തന്നെ അസൈൻമെന്റിന്റെ കാര്യത്തിൽ ക്വാണ്ടിറ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ശ്രദ്ധിക്കുക, ഓരോ ക്വസ്റ്റ്യൻസും ഡിമാൻഡ് ചെയ്യുന്ന വേർഡ്സ് എത്രയാണോ ആ വേർഡ്സ് കവർ ചെയ്യുക എന്നുള്ളതും അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോളോ ദി ഓർഡർ ഓഫ് ദി ക്വസ്റ്റ്യൻ ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യും ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും. ഏത് സെഷൻ ആണോ നിങ്ങൾ ആ സെഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും അല്ലെ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ഓർഡറിലാണോ ക്വസ്റ്റ്യൻസ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യാം അല്ലെ. നിങ്ങൾക്ക് എക്സാംസിന്റെ കാര്യത്തിൽ, നിങ്ങൾ ടേം-എൻഡ് എക്സാമിനേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് നിങ്ങൾക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. പാർട്ട് 1, പാർട്ട് 2 ഏത് പാർട്ടാണുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണമെന്ന് മാത്രം. അപ്പൊ അവിടെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് എഴുതാം അല്ലെ. എന്നാൽ IGNOU അസൈൻമെന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രയോറിറ്റി അല്ല നോക്കേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ഓർഡർ ആണോ കൊടുത്തിട്ടുള്ളത് ആ ഓർഡറിൽ തന്നെ ആയിരിക്കണം എന്ത് നിങ്ങൾ അസൈൻമെന്റ് ആൻസേഴ്സ് എഴുതുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഓർഡർ ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പാർട്ടൊക്കെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നോക്കുന്ന ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. അത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ല വാല്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുക. പിന്നെ സെവൻത്ത് വൺ, ആഡ് എ റെഫറൻസ് സെക്ഷൻ അല്ലെ. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് റെഫറൻസ് സെക്ഷൻ. ഏതൊക്കെ സോഴ്സുകളെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സോഴ്സിനാണ് നിങ്ങൾ മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ടുള്ളത്, ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ബുക്സുകൾ, ജേർണൽസ് അല്ലെ, അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഏതൊക്കെ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസ് എവിടെ നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതിന്റെ ലാസ്റ്റ് പാർട്ടിൽ റെഫറൻസ് സെക്ഷൻ കൊടുക്കുക അല്ലെ. അപ്പൊ ഈ റെഫറൻസ് സെക്ഷൻ ഒക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വാല്യൂ ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഇതൊരു പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത് നിങ്ങളുടെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ വഴി തെളിയിക്കും. ഓക്കെ, പിന്നെ ഫിൽ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ആൻഡ് ഇവാലുവേഷൻ ഷീറ്റ് വിത്ത് മോർ കെയർ അല്ലെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റും ഇവാലുവേഷൻ ഷീറ്റും അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവാലുവേഷൻ ഷീറ്റ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് അസൈൻമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവാലുവേഷൻ ഷീറ്റ് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ഒരു ഇവാലുവേഷൻ ഷീറ്റിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അവോർഡ് ചെയ്യുന്ന അസൈൻമെന്റിന്റെ മാർക്ക്
ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ പേര്, പ്രോഗ്രാം കോഡ്, കോഴ്സ് കോഡ്, ഇതൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം അല്ലെ. അല്ലാതെ നിങ്ങളുടെ എൻറോൾ നമ്പർ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ പലപ്പോഴും കോഴ്സ് കോഡൊക്കെ മാറിക്കഴിഞ്ഞാൽ മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. ഓക്കെ. പിന്നെ പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരിക, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാറിപ്പോവുക അല്ലെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റും പരസ്പരം മാറിപ്പോവുക അല്ലെ, പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. കാരണം നമ്മളെ IGNOU അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ അല്ലെ ഒരു 5-6 അസൈൻമെന്റ്സ് ഒക്കെ ഒരുമിച്ചാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അല്ലെ. നിങ്ങൾക്ക് ഏത് പേപ്പറാണോ ഓരോ വർഷത്തിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുന്നത്, ചിലപ്പോൾ 8 പേപ്പേഴ്സ് ഒക്കെ ഒരുമിച്ചായിരിക്കും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പം പലപ്പോഴും പരസ്പരം മാറിപ്പോവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ സ്ക്രിപ്റ്റുമായിട്ട്. ആ സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻസോ മിസ്റ്റേക്സോ ഒക്കെ വരികയാണെങ്കിൽ IGNOU അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് ഈ ഒരു പേഴ്സണൽ ഡാറ്റ ഷീറ്റിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അവിടെ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ നെയിംസ്, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ അഡ്രസ് അല്ലെ, അപ്പൊ അതിൽ കൊടുക്കുന്ന അങ്ങനെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഇൻഫർമേഷൻ ഒക്കെ വളരെ കെയർഫുള്ളോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫിൽ ചെയ്യേണ്ടത്. 9th one, ഡൗൺലോഡ് ആൻഡ് അറ്റാച്ച് ദി പ്രിസ്ക്രൈബ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ. മറ്റൊരു കാര്യം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുക, IGNOയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ ഏത് സെഷൻ ആണോ സെഷൻ നോക്കിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം, പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സെഷൻ നോക്കാതെ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊന്ന്, അവോയ്ഡ് കോപ്പിയിങ് ഫ്രം അതേഴ്സ് അസൈൻമെന്റ്സ് അല്ലെ. ഒരിക്കലും തന്നെ മറ്റ് അല്ലെ, ചിലപ്പം ഞാൻ പറയാറുണ്ട് ഒരു മെജോറിറ്റി 60% അസൈൻമെന്റും സെയിം കോപ്പീസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ വരാനുള്ള കാരണം ഒന്നുകിൽ സെയിം സോഴ്സുകൾ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക, മറ്റൊന്ന് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അസൈൻമെന്റ് സെയിം കോപ്പീസ് ചെയ്യുന്നതാവാം. ഏതായാലും ഇത് രണ്ടും നല്ലൊരു പ്രാക്ടീസ് അല്ല. നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ അസൈൻമെന്റിനെ നിങ്ങൾക്ക് ഒരു മോഡലായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആസ് ഇറ്റ് ഈസ് നിങ്ങൾ കോപ്പി ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഡിഫറെന്റ് സോഴ്സുകൾ ഉപയോഗിക്കാം, ഇന്റർനെറ്റ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജേർണൽസ് ഉപയോഗിക്കാം, ബുക്സുകൾ ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിലേക്ക് അസൈൻമെന്റിനെ മാറ്റണം അല്ലെ. അപ്പൊ നമുക്ക് അസൈൻമെന്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തെങ്കിലും എഴുതിയ ആള് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒറ്റ വായനയെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ഓൺ കോൺട്രിബ്യൂട്ട് ചെയ്ത അസൈൻമെന്റ് ഒക്കെയാണ് അല്ലെ, വ്യത്യസ്തമായ അസൈൻമെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും 90 above മാർക്ക് സാധാരണ വാല്യൂ ചെയ്യുന്ന ആളുകൾ കൊടുക്കാറുണ്ട്. അപ്പം ഇത്രയാണ് നിങ്ങളെ അസൈൻമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. 2 വെബ്സൈറ്റ് ഞാൻ റൺ ചെയ്യിക്കുന്നുണ്ട്, അതും എസ്പെഷ്യലി ഫോർ ഓൺലി IGNOU സ്റ്റുഡൻസ്. അവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ നോട്ട്സുകൾ ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന ലിങ്ക്സുകൾ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞ 2 അഡ്രസ്സിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. Anyway, let me stop here. See you soon. Have a nice day.